ശ്രീമതി കമല ഗോവിന്ദ് കുറച്ചു നേരം മുമ്പ് നമ്മളോട് പറഞ്ഞു, സ്ത്രീ പുരുഷൻ്റെ അടിമയല്ല, പുരുഷനെ ഏൽപ്പിക്കുന്ന എല്ലാ പ്രഹരങ്ങളും ഏറ്റുവാങ്ങി അടിമയായി കഴിയേണ്ടവളല്ല, പ്രതികരിക്കേണ്ടവളാണെന്ന്. പ്രതികരിക്കണം. അങ്ങനെ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരു കവയത്രി നമുക്കുണ്ട്. മലയാളത്തിൻ്റെ പ്രിയങ്കരിയായ ശ്രീമതി റോസ്മേരി നമ്മുടെ ഇന്നത്തെ അതിഥിയുടെ വളരെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ്. ഞാൻ അവരെ ബഹുമാന പുരസ്സരം ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളട്ടെ. എന്ത് തോന്നി ഇന്നിങ്ങനെ ഈ സമാഗമത്തിൽ അതിഥിയായിട്ട് വരണം, ശ്രീമതി ശ്രീവിദ്യയോടൊപ്പം ഇങ്ങനെ കുറേ സമയങ്ങൾ പങ്കിടണമെന്ന് പറഞ്ഞപ്പോൾ? ഞാൻ വളരെയേറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീവിദ്യയുടേത്. അതൊരു നടിയെന്ന നിലയിലാണ്, അതൊരു സുഹൃത്ത് എന്നുള്ള നിലയിൽ തന്നെയാണ്? മൊത്തത്തിൽ ഓക്കെ. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു മനുഷ്യാത്മാവെന്ന നിലയിൽ എനിക്ക് ഭയങ്കര അഡ്മിറേഷൻ ഉള്ള ഒരു ആളാണ്. അതെന്താണെന്ന് സ്ഥിതിക്ക് ഒരു സ്ത്രീത്വത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പത്തിൻ്റെ പൂർണ്ണത ശ്രീവിദ്യയിലാണ് ഞാൻ കണ്ടെത്തിയത്. ഒരു വനതടാകമില്ലേ, നിറഞ്ഞു തുളുമ്പിയൊരു തടാകം, അതുപോലെ തന്നെ ഇങ്ങനെ പൂത്തെളിഞ്ഞ് നിൽക്കുന്നൊരു വസന്തവൃക്ഷം, അത്രയ്ക്കൊരു നിറം എനിക്ക് ഫീൽ ചെയ്യും. പിന്നെ അതൊരു ഒരു ബാഹ്യ സൗന്ദര്യം മാത്രമല്ല, മനസ്സിൻ്റെ ഒരു സത്യസന്ധത, ഒരു നന്മയൊക്കെ ഉണ്ടല്ലോ, അതും. പിന്നെ എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ പ്രോബ്ലങ്ങളൊക്കെ വരുമല്ലേ, അപ്പം മിക്കവരും തളർന്നു പോകും, അല്ലെ ഒരു സഹതാപത്തിന് വേണ്ടി മോഹിക്കും, മറ്റുള്ളവർ സഹതപിക്കാൻ വേണ്ടി. ഇതങ്ങനെയൊന്നുമല്ല, അതിനെല്ലാം അതിജീവിച്ചിട്ടാണ് പറയുന്നത്. ഞാൻ ഇങ്ങനെ വളരെ സങ്കടം നിറഞ്ഞൊരു വഴിയിൽ കൂടിയാണ് ഞാൻ കടന്നു വന്നതെന്ന്, അത് പിന്നിട്ട ശേഷമാണ് പറയുന്നത്. അപ്പോൾ അതിനെ അതിജീവിച്ചൊരു കരുത്തുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഒരു ശ്രീവിദ്യയെക്കുറിച്ച് എനിക്ക് വളരെ അഭിമാനം തോന്നുന്നത്. അടുപ്പമാവുന്നത് എപ്പോഴാണ്? ഒരു പരിചയപ്പെടുന്നതും സുഹൃത്താവുന്നതൊക്കെ? ഞാൻ എപ്പോഴും അകലെ നിന്ന് ഇങ്ങനെ കണ്ട് സ്നേഹിച്ചിട്ടേ ഉള്ളൂ. കാരണം ചിദംബരത്തെ MA ചെയ്യാൻ പോയത്. അപ്പോൾ തമിഴ് ഭാഷയും സംസ്കാരവും സിനിമയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അപൂർവ രാഗങ്ങളില്ലേ, അതിൻ്റെ ഒരു പഴയ പടം അത് കാണുമ്പോൾ തൊട്ടേ എനിക്ക് ഒരു വളരെ വളരെ ഒരു ഡിഫറെൻറ്റ് റോളായിരുന്നു അത്. കമൽഹാസനോടൊപ്പം ആദ്യം അഭിനയിക്കുന്ന ആ സിനിമയിലാണ്. അപ്പോൾ എനിക്ക് 22 വയസ്സേ ഉള്ളൂ, ബട്ട് ഐ വാസ് ഡൂയിങ് എ 40 years റോൾ. ഈ ആ കഥാപാത്രത്തെ ഇഷ്ടം തോന്നിയ പോലെ ആ കഥാപാത്രമായി അഭിനയിച്ച കമലഹാസനോട് അന്നൊരു സ്നേഹം തോന്നിയിരുന്നു. അന്ന് ആ ബന്ധം പിന്നീട് വളർന്നു അല്ലേ? അത് ഒരു സ്നേഹബന്ധമായി തന്നെ വളർന്നു. എന്തുകൊണ്ടാണ് പിന്നെ അത് ഒരു വിവാഹത്തിലൊന്നും എത്താതിരുന്നത്? എല്ലാം തീരുമാനിച്ചു, അദ്ദേഹം വേണ്ടാന്ന് വെച്ചു. അത് ദുഃഖമല്ല, ഓരോരോ അനുഭവങ്ങൾ. ഇപ്പം നമ്മളിങ്ങനെ ഒരു പുഴ ഇങ്ങനെ ഒഴുകുമ്പോൾ പുഴയ്ക്ക് എന്തൊക്കെ സംഭവിക്കുന്നല്ലേ? ചിലപ്പോൾ അത് ഭയങ്കര മഴക്കാലത്ത് നിറഞ്ഞൊഴുകും, ചിലപ്പോൾ അത് വരണ്ടു പോവും, ചിലപ്പോൾ ഭയങ്കര അഗാധ ഗർത്തങ്ങളിലേക്കൊക്കെ പതിക്കും. അതിൻ്റെ കയ്യിലല്ല ഒന്നും. അപ്പം പിന്നെ ഒരു ആർട്ടിസ്റ്റിനെ നമ്മളൊരു സാധാരണ മനുഷ്യൻ്റെ കണ്ണിൽ കൂടെ ഒരു സാധാരണ ഒരു വീട്ടമ്മയൊക്കെ ജഡ്ജ് ചെയ്യുന്ന പോലെ അങ്ങനെ നമ്മൾ കാണാനേ പാടില്ല. വളരെ വ്യത്യസ്ത ഒരു അതെ വളരെ വ്യത്യസ്തമായൊരു ജന്മ. അപ്പോൾ അവരുടെ ഈ വികാര വിചാരങ്ങളൊക്കെ അതൊക്കെ ഇങ്ങനെ ഒരു നിയമങ്ങളിട്ടോ നമ്മുടെ ഒരു സദാചാര സങ്കല്പം അങ്ങനെയൊന്നും അല്ലത്. അപ്പോൾ അങ്ങനത്തെ ഒരു എന്താ പറയുക, ശരി തെറ്റുകളുടെ ഒരു കൺസെപ്റ്റേ അവിടെ പാടില്ല. അത് വളരെ നൈസർഗികമായൊരൊഴുക്ക. അപ്പം അതിനകത്ത് സംഭവിക്കുന്ന, എനിക്ക് തോന്നുന്നില്ല വിദ്യയും അതിനെക്കുറിച്ചൊന്നും റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവില്ല. കടന്നു പോയതിനെക്കുറിച്ചൊന്നും സ്വയം എടുത്ത തീരുമാനങ്ങൾ. അതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. പിന്നീട് പുള്ളി സ്വന്തപ്പടത്തിൽ വിളിക്കാൻ അഭിനയിച്ചപ്പോഴൊക്കെ ഞാൻ ലൈക്ക് എ പ്രൊഫഷണൽ ഐ വെന്റ് ആൻഡ് ആക്ടഡ്. ദാറ്റ് ഡസന്റ് മീൻ ഇതൊരു സാധാരണ എല്ലാവരുടെ ജീവിതത്തിലും കടന്നു പോകുന്ന ഒരു ശരിയും തെറ്റുകളുമാണ്. ഇത് ആരും ഇല്ലെന്ന് പറഞ്ഞാൽ ദേ ആർ ഓൾ ഹിപ്പോക്രറ്റ്സ്. പിന്നെ ഈ പ്രതികാരം ഇല്ലാത്ത ഈ മനസ്സുണ്ടല്ലോ, അത് വളരെ നല്ലതാണ്. അത് ഈശ്വരൻ തന്നൊരു വരദാനം എന്ന് ഞാൻ പറയും. കാരണം നമ്മളിങ്ങനെ അയാളെക്കുറിച്ച് ഇങ്ങനെ വൈരാഗ്യത്തോടെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നാലേ ആ വൈരാഗ്യം നമ്മളിങ്ങനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കും. നമ്മുടെ മുഖത്തെ ഗ്രേസ് പോകും, നമ്മുടെ സ്വസ്ഥത പോകും, നമ്മളോട് തന്നെ ചെയ്യുന്ന ദ്രോഹമാണ്, നമ്മൾ ആ കൂടെ തകർന്നു പോവാം. അപ്പം അതിനൊക്കെ ഇങ്ങനെ മറക്കാൻ പറ്റിയത് വളരെ വലിയൊരു ഗിഫ്റ്റാണ്. ഈ മുനിതുല്യമായിട്ടൊരു മനസ്സ് ശ്രീവിദ്യക്ക് കിട്ടാൻ എന്താ കാരണം? കാരണം എന്ന് വെച്ചാൽ ഈശ്വരാനുഗ്രഹം മാത്രമാണ്. ഞാൻ ദൈവത്തെ മാത്രം ഞാൻ ആശ്രയിച്ചത് കൊണ്ട് മാത്രമാണ്. ഞാൻ എന്റെ അമ്മ ദൈവമായിട്ട് എന്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം അതാണ് മാസ്റ്റർ പറയുന്നത്. ഡെഫിനറ്റ്ലി എനിക്ക് വിദ്യ വളരെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനിങ്ങനെ പലരോടൊക്കെ സംസാരിക്കുമ്പം വിദ്യയുടെ അഭിനയത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഒരുപാട് പേര്, സ്ത്രീകളും പുരുഷന്മാരും വൃദ്ധരും ചെറുപ്പക്കാരും ഒക്കെ എല്ലാവരും അല്ലേ എത്ര അപ്രോച്ചബിൾ ഒരാളായിട്ടാണ് വെച്ചിരിക്കുന്നത്. അവരുടെ നമ്മളിങ്ങനെ കയ്യെത്തിയാൽ തൊടാവുന്ന അത്ര അടുത്തുള്ള ഒരാളായിട്ട്. ഇപ്പോൾ ഞാൻ പറയും ഐശ്വര്യ റോയ് ഒരു ഭയങ്കര സുന്ദരിയായിരിക്കും,
തമിഴർ പറയുന്ന പോലെ അളവുകളൊക്കെ വളരെ കൃത്യമായി പാലിക്കപ്പെട്ട ഒരു ശരീരം. പക്ഷേ അവരെ എനിക്ക് ഒരിക്കലും ഒരു സ്നേഹം തോന്നിയിട്ടില്ല. ഒരു വിദൂര നക്ഷത്രമൊക്കെ ഇങ്ങനെ നിൽക്കുകയല്ലേ, അൺഅപ്രോച്ചബിൾ ആയിട്ട്. ഒരു എഥീറിയൽ ബ്യൂട്ടി. നമ്മളിങ്ങനെ ഇങ്ങനെ ഉയരേക്ക് നോക്കിയൊക്കെ നല്ല സുന്ദരിയാന്നൊക്കെ പറയും. പക്ഷേ സ്നേഹം തോന്നുന്ന ഈ ഒരു ഇത്രയ്ക്കുണ്ടല്ലോ, ഈ അപ്രോച്ചബിൾ ആയിട്ടുള്ള ഈ ഭൂമിയോട് വളരെ അടുത്ത ഈ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ. പിന്നെ എനിക്ക് ഇതിയുടെ ഞാൻ വളരെ അഡ്മയർ ചെയ്യുന്നവർ എന്താണെന്നറിയാം, പലരും കണ്ണുകൊണ്ട് അഭിനയിക്കും എന്നൊക്കെ പറയും, അവരുടെ കണ്ണുകൾ വളരെ ഫ്ലെക്സിബിൾ ആണെന്നൊക്കെ. പക്ഷെ ചുണ്ടുകൾ കൊണ്ടില്ലേ എത്രയ്ക്ക് ഇമോട്ട് ചെയ്യുന്നു, കുസൃതിയും പ്രേമവും ദേഷ്യവും ഒക്കെ ഇല്ലേ. ആ ചുണ്ടുകളുടെ ഒരു ഭയങ്കരമായൊരു ചുണ്ടുകൾ കൊണ്ട് അഭിനയിക്കുന്ന ഞാൻ ഇത്രയ്ക്ക് ആരെയും കണ്ടിട്ടില്ല. വിദ്യയുടെ അഭിനയം എന്ന് പറഞ്ഞാൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള അഭിനയമാണ്. എൻ്റെ സിനിമകളാണ് ഏറ്റവും പറ്റിയ ഉദാഹരണം എന്ന് പറയുന്നത്. അപ്പോൾ ആ റിയലിസം അച്ചീവ് ചെയ്യണമെങ്കിൽ യു ഹാവ് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ്. ഈ ഞാൻ എന്ന് ചിന്തിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഈ ഞാനെന്നുള്ളത് കട്ട് ഓഫ് ചെയ്തിട്ട് നമ്മൾ എന്ന് മാത്രം നമ്മൾ ചിന്തിക്കുന്ന എന്ന് തുടങ്ങുന്നു, അന്ന് എറ്റേണൽ ഹാപ്പിനെസ് ആണ്.